ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ ലഞ്ചിന് ചെയ്യാൻ പറ്റുന്ന 2-3 റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്യാം. ഒരു കറി, ഒരു സാധാ തോരൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കറികളാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഞാൻ കുറച്ച് എടുത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചക്കക്കുരു വേവിച്ചപ്പോൾ പൊടികളും ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് ചേർക്കാതെ വേവിക്കുകയാണെങ്കിൽ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ ഇട്ടതിന് ശേഷം അതിൻ്റെ ഡബിള് വെള്ളത്തിൽ തന്നെ ചക്കക്കുരു വേവിച്ചാലാണ് ഈ ചക്കക്കുരു വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു വേവും, പക്ഷെ അങ്ങോട്ട് വെന്തുടയാത്ത പോലെ തോന്നും. ഇനി അത് ഞാനൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്രയും ചേർത്തത് കേട്ടോ. പിന്നെ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ. പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കിത് അരച്ച് വരുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവും. തൈര് ചേർത്ത് കൊടുക്കാം. തേങ്ങയും തൈരും ഒരിത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, ആവശ്യത്തിന് വെള്ളം, പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് അരച്ചെടുക്കുക, പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കണം, നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. വെള്ളത്തിൻ്റെ പാകമൊക്കെ കറക്റ്റാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ലൂസായി പോകാതെ. ചക്കക്കുരു മോരുകറി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരമൊക്കെ വെച്ച് കഴിക്കുമ്പോഴേ, ചേമ്പൊക്കെ നമ്മൾ മോര് വെച്ചില്ലേ, ആ ഒരു ഇതിലേക്ക് ചക്കക്കുരു നന്നായിട്ട് വേകണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് തിളക്കണ്ട, ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ഉപ്പ് കറക്റ്റാണോ നോക്കാം. ഒരിത്തിരിയോട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം, എന്നാലേ മോര് കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ഉലുവ പൊട്ടിക്കാം. മോര് കറിക്ക് ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഉലുവയുടെ പൊടി ചേർത്താലും മതി, പക്ഷേ എന്നാലും 2-3 ഉലുവ പൊട്ടിച്ചെടുക്കുക. കുറച്ച് കടുക് ചേർക്കുക. ഒന്ന് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഒന്ന് മൊരിയിച്ചിടാം. ഒരിത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. കറിക്ക് നല്ലൊരു ഫ്ലേവറും കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. താളിച്ച് ഒഴിച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് അടച്ച് വെച്ചാൽ നല്ല ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ചക്കക്കുരു വേവിച്ച അതേ കുക്കറിലേക്ക് തന്നെയാണ്, ഇത് മിക്സ്ഡ് വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ് ചെറുത് എല്ലാം ഉണ്ട് ഇതിൽ. അതൊരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. അതൊരു വിസിൽ വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും സവാളയൊക്കെ ഒന്ന് വഴറ്റി പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ വെന്ത് വന്നിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ കോവയ്ക്കയും ചേർത്തിട്ടുണ്ട് കേട്ടോ. കോവയ്ക്കയ്ക്ക് കുറച്ച് വേവുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിലിട്ട് ഒന്ന് വിസിലടിച്ചാൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ പാനിലിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് ഈസി കുക്കിംഗ് അല്ലേ.
എല്ലാവർക്കും ഇഷ്ടം, എന്നാൽ ടേസ്റ്റും വേണം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇതുപോലെ താളിച്ചെടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ആ പൊടികളും സവാളയും വഴറ്റിയതും എല്ലാം ഒന്ന് ചേർന്ന് വരണമല്ലോ. അപ്പോൾ നമ്മുടെ മോരുകറി റെഡിയായിട്ട് ഞാൻ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചാൽ മതി. അതുപോലെ ചക്കക്കുരു ടേസ്റ്റി നല്ല ക്രീമി മോര് കറിയും റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് ഇത്. മാങ്ങ ഉപ്പിലിട്ട് വെച്ച മാങ്ങ അച്ചാറാക്കി എടുത്തതാണ് കേട്ടോ. ഈ ഒരു കറിയും ഈ ഒരു അച്ചാറും മാത്രം മതി. അതല്ലെങ്കിൽ ഈ ഒരു മെഴുക്ക് പുരട്ടിയും ഈ അച്ചാറും മാത്രം മതി ഊണ് കഴിക്കാൻ. പിന്നെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു കോമ്പിനേഷൻ ഫുഡ്. എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്, എങ്കിലും കോമ്പിനേഷൻ ഫുഡാണല്ലോ ഞാൻ കൂടുതലായിട്ട് കാണിക്കാറ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.